ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem Learning. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് ചാപ്റ്ററുകൾ, അതായത് നമ്മൾ പഠിക്കുന്ന സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്ന പാഠവും അതുപോലെ രണ്ടാം കൃതി സമവാക്യങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ക്വാഡ്രാറ്റിക് ഫോമിൽ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ബേസിക്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്തരം കുറച്ച് ടഫ് ആയിട്ടുള്ള, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സൈലത്തിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്താക്കുക, ഈ ക്ലാസ് നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് അവരോട് എല്ലാവരോടും ഈ ക്ലാസ് കാണാൻ ആവശ്യപ്പെടുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും ഒരു മടി വിചാരിക്കേണ്ട. അപ്പോൾ ഇങ്ങനെ രണ്ട് കോഡുകൾ കൂട്ടിമുട്ടുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയുന്ന ഒരു പ്രധാനപ്പെട്ട ഫോർമുലയാണ് പി എ ഇൻറ്റു അല്ലേ, പി എ ഇൻറ്റു പി ബി ഈക്വൽ പി സി ഇൻറ്റു പി ഡി. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇവിടെ എ ബി 16 ആണ് എന്ന് പറയുന്നുണ്ട്. എ ബി 16 ആണ്, എ പി 12 ആണ്. എ പി 12 സെന്റിമീറ്റർ, എ ബി 16 ആണ് എന്ന് പറയുമ്പോൾ പി ബി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ. ശരിയല്ലേ, 4 സെന്റിമീറ്റർ. ആൻഡ് ഇവിടെ പി സി 8 ആണെന്ന് തരുന്നുണ്ട്, പി സി 8 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പി ഡി എത്രയാണെന്നുള്ളതാണ് എ ക്വസ്റ്റ്യൻ. ശരിയല്ലേ, എ ക്വസ്റ്റ്യൻ. അവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പി ഡിന്റെ നീളമാണ്. സോ പി ഡി ഇസ് ഈക്വൽ ടു, നമുക്കറിയുന്ന കാര്യം നമ്മൾ എടുത്ത് അങ്ങോട്ട് എഴുതുക. ഫസ്റ്റ് എ പി എ ഇൻറ്റു പി ബി ഈക്വൽ പി സി ഇൻറ്റു പി ഡി. ഇത് നമുക്കറിയാം. സോ പി എ എന്ന് പറയുന്നത് 12 ആണ്, പി ബി എന്ന് പറയുന്നത് 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി സി 8 ഇൻറ്റു പി ഡി. 12 4 48 ഇസ് ഈക്വൽ ടു 8 ഇൻറ്റു പി ഡി. അതിൽ നമുക്ക് കിട്ടും പി ഡി ഇസ് ഈക്വൽ ടു 48 ഡിവൈഡ് ബൈ 8, ദാറ്റ് ഇസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. 6 സെന്റിമീറ്റർ ആണ് പി ഡി എന്ന് നമുക്ക് ആൻസർ കിട്ടും. സെറ്റ് ആണോ? പി ഡി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. സോ ഇനി നമ്മളുടെ ബി ക്വസ്റ്റ്യൻ, അവിടെയാണ് നമുക്ക് സെക്കൻഡ് ഡിഗ്രി അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അവിടെയാണ് നമുക്ക് സെക്കൻഡ് ഡിഗ്രി അപ്ലൈ ചെയ്യേണ്ടത്. പി സി ഈസ് 2 സെന്റിമീറ്റർ മോർ ദാൻ പി ഡി. പി ഡി എക്സ് ആണെങ്കിൽ പി സി 2 സെന്റിമീറ്റർ മോർ എന്നാണ് പറയുന്നത്. 2 സെന്റിമീറ്റർ കൂടുതലാണ്, പി ഡിയേക്കാൾ 2 സെന്റിമീറ്റർ കൂടുതൽ. അപ്പോൾ ഇതെന്താണ്, എക്സ് പ്ലസ് 2. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താം, ബി ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 ആണ് പി സി ഇൻറ്റു പി ഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 4 48. ശരിയല്ലേ, 12 ഇൻറ്റു 4 48. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2, അത് നമുക്ക് എന്ത് ചെയ്താം, എക്സ് സ്ക്വയർ പ്ലസ് 2x ഇസ് ഈക്വൽ ടു 48. ഓക്കെ, 48. നോ ഡൗട്ട്. എക്സ് സ്ക്വയർ പ്ലസ് 2x ഇസ് ഈക്വൽ ടു 48 ആണെങ്കിൽ രണ്ട് സൈഡിലും 1 ആഡ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 48 ഒന്നും 49. ശരിയല്ലേ, 49. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 49. അതായത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1, അതായത് നോക്ക്, ഈ രണ്ടിന്റെ പകുതി 1 ആണ്, 1ന്റെ സ്ക്വയർ ആണ് ഇവിടെ ഉള്ള നമ്പർ. ശരിയല്ലേ? അപ്പൊ നമുക്ക് എഴുതാം എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്കറിയാം എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ 41 ആണെങ്കിൽ എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് 7 ആണ്. ശരിയല്ലേ, എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് 7 ആണ്. എക്സ് പ്ലസ് 1 7 ആണെങ്കിൽ എക്സ് എത്രയാ മക്കളെ? എക്സ് എന്ന് പറയുന്നത് 7 മൈനസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. സോ നമുക്കറിയാം പി ഡി ആണ് നമ്മൾ എക്സ് എന്ന് എടുത്തുള്ളത്. പി ഡി ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആൻഡ് പി സി ഈസ് ഈക്വൽ ടു 6 പ്ലസ് 2 8 സെന്റിമീറ്റർ. ഓക്കെ, 2 കൂടുതൽ, അപ്പൊ 8. സെറ്റ് ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, ചുറ്റളവ് പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. അത് 40 ആണ് നിങ്ങൾക്ക് തന്നു. എത്രയാണ്? 40. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ശ്രദ്ധിച്ചോ, ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണെന്ന് ചിലപ്പം എ ക്വസ്റ്റ്യൻ വരും. അപ്പൊ എന്ത് ചെയ്യുക, 40ന്റെ പകുതി, നീളവും വീതിയും കൂടെ കൂട്ടിയാൽ 40ന്റെ പകുതി, അതായത് 20. നോ ഡൗട്ട്, സിമ്പിൾ. അപ്പോ നമ്മൾ എന്തെടുക്കുക, ലെങ്ത് നമ്മൾ എക്സ് ആണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എക്സും ബ്രെഡ്ത്തും കൂടെ കൂട്ടിയാൽ 20 ആണെങ്കിൽ നമുക്ക് ബ്രെഡ്ത്തിന് എങ്ങനെ എഴുതാം, 20 മൈനസ് എക്സ് എന്ന് എഴുതാം. ശരിയല്ലേ, 20 മൈനസ് എക്സ്. അത്രയും ഓക്കെ ആണോ? സംശയമില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏരിയ കാണാൻ എന്താ ചെയ്യുക, ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്.
ലെങ്ത് എക്സ് ബ്രെഡ്ത്ത് 20 മൈനസ് എക്സ് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ഏരിയ എത്രയാണ് തന്നിട്ടുണ്ട് ചോദ്യത്തില്? ഏരിയ 96 ആണ്. എത്രയാണ്? 96. 96 ശരിയല്ലേ? 96 ആണ്. സോ എക്സ് ഇൻറ്റു 20 നമുക്കറിയാം 20x മൈനസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 96. അങ്ങനെയാണെങ്കിൽ മക്കളെ എക്സ് കണ്ടുപിടിക്കല്ലേ നമുക്ക് ചെയ്യേണ്ടത്? ചെയ്യുന്ന നോക്കേ, എല്ലാവരും ശ്രദ്ധിച്ചോ. ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടെ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 20x മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 96. എടാ 5-ന്ന് 10 കുറച്ചാൽ എത്രയാ? 10-ന്ന് 5 കുറച്ചാൽ 5 ആണെന്ന് നമുക്കറിയാം. 5-ന്ന് 10 കുറയ്ക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ മൈനസ് 20x. ഒന്നുമില്ല മക്കളെ, തിരിച്ച് കുറയ്ക്കുന്ന സമയത്ത് 5-ന്ന് 10 കുറയ്ക്കുമ്പോൾ -5. അതേപോലെ ഇവിടെ -96. ഓക്കെ, -96 തിരിച്ചിടുക, ചിഹ്നം മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാമല്ലോ. എക്സ് സ്ക്വയർ മൈനസ് 20x 20ന്റെ പകുതി 10, 10ന്റെ സ്ക്വയർ ആണ് നമ്മൾ രണ്ട് സൈഡിലും ഇടേണ്ടത്. -96 പ്ലസ് 10 സ്ക്വയർ. 10ന്റെ സ്ക്വയർ എത്രയാ? 10ന്റെ സ്ക്വയർ 100. ശരിയല്ലേ? 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. -96 പ്ലസ് 100. ഇത് നമുക്ക് എഴുതാം എക്സ് മൈനസ് 20ന്റെ പകുതി 10 എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100-ന്ന് 96 കുറച്ചാൽ 4. എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് 10 ഹോൾ സ്ക്വയർ അല്ല, എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ. ശ്രദ്ധിച്ചേ, എക്സ് മൈനസ് 10 ഹോൾ സ്ക്വയർ എത്രയാണ്? 4. അതിൽ നമുക്ക് കിട്ടും എക്സ് മൈനസ് 10 എന്ന് പറയുന്നത് 4 സ്ക്വയർ റൂട്ട് 2. എക്സ് മൈനസ് 10 2 ആണെന്ന് കിട്ടി. എക്സ് മൈനസ് 10 2 ആണെങ്കിൽ എക്സ് എത്രയാ മക്കളെ? എക്സ് മൈനസ് 10 2 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 10. ശരിയല്ലേ? 2ഉം 10ഉം കൂടെ കൂട്ടിയാൽ 12 സെന്റിമീറ്റർ. അതായത് ലെങ്ത് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 20-ൽ നിന്ന് ലെങ്ത് കുറയ്ക്കണം. 20-ന്ന് 12 കുറച്ചാൽ 8 സെന്റിമീറ്റർ. ശരിയല്ലേ? ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 20 ആണെന്ന് നമുക്കറിയാം. സെറ്റ് ആണോ? സംശയമൊന്നുമില്ലല്ലോ? നോ ഡൗട്ട്. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കും. പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ആൻഡ് 5 മോർ ദാൻ ഇറ്റ്. അതായത് പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ, ആ നമ്പർ എന്ന് പറയുന്നത് എക്സ് ആണ്. ലെറ്റ് എക്സ് ബി ദ നമ്പർ എന്ന് എഴുതിക്കാം. ലെറ്റ് എക്സ് ബി ദ നമ്പർ. അത് മലയാളം വഴിയാണെങ്കിൽ സംഖ്യ എക്സ് ആയാൽ എന്ന് എഴുതി വെക്കാം. കാരണം നമ്മുടെ പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് തോന്നണം നമ്മൾ നല്ല പഠിക്കുന്ന മോനാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചു. അതിനേക്കാൾ എത്ര കൂടിയ നമ്പറാണ്? 5 അല്ലെ? ഈ നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണിച്ചാൽ കിട്ടുന്നതാണ്. രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. x into x plus 5 that is equal to x square plus 5x. x square plus 5x. Okay, x square plus 5x. x square plus 5x എന്ന് ഈക്വൽ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 104 ആണ്. ഗുണനഫലം 104 ആണ്. സംഖ്യകൾ ഏതെല്ലാം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപയോഗിച്ച് ഒരു സംഖ്യ x ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? x plus 5. രണ്ടാം കൃതി സമവാക്യം എക്സ് സ്ക്വയർ പ്ലസ് 5x ഈസ് ഈക്വൽ ടു 104. ഇതിനെ ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എക്സ് സ്ക്വയർ പ്ലസ് 5x മൈനസ് 104 ഈസ് ഈക്വൽ ടു 0. ഇത് നമ്മളുടെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന ഫോമിലാണുള്ളത്. അവിടെ എ എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 5 ആണ്, സി എന്ന് പറയുന്നത് മൈനസ് 104 ആണ്. സോ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോമിലായിട്ടുള്ള മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a എന്നുള്ള ഫോർമുല അങ്ങോട്ട് ഉപയോഗിക്കാം. സോ അതിൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് 5 സ്ക്വയർ മൈനസ് 4 1 ഇൻറ്റു 104 ആണോ? അല്ല, അവിടെയാണ് തെറ്റിക്കുക. എന്ത് വരും? മൈനസ് 104. ഓക്കെ, ഇൻറ്റു മൈനസ് 104. അടുത്ത പേജിലേക്കാണ് ഇതാണ്. ഓക്കെ, അടുത്ത പേജിലേക്ക് ഞാൻ എഴുതുന്നു. ശ്രദ്ധിക്കുക. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ 5 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1a. സി എന്ന് പറയുന്നത് മൈനസ് 104 ഹോൾ ഡിവൈഡഡ് ബൈ 2a. 2a എന്ന് പറയുന്നത് 2 തന്നെയാണ് അല്ലെ? 2 ഇൻറ്റു a 1 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് 25 മൈനസ് 4 ഇൻറ്റു 104 4 ഇൻറ്റു 104 416 അല്ലെ? മൈനസും മൈനസും കൂടെ പ്ലസ് ആകും. ഹോൾ ഡിവൈഡ് ബൈ 2.
that is minus 5 plus or minus root 441 divided by 2, that's equal to minus 5 plus or minus 21 divided by 2. ശരിയല്ലേ? ഇത്രയും ഓക്കെ ആണ്. ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. എക്സ് ഈസ് ഈക്വൽ ടു -5 -21 -5 -21 ഡിവൈഡ് ബൈ 2 ഓർ -5 പ്ലസ് 21 ഡിവൈഡ് ബൈ 2. സെറ്റാണല്ലോ. ഇങ്ങനെ രണ്ട് വാല്യൂസിലേക്ക് നമ്മൾ എത്തും. എക്സ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ആ വാല്യൂ എന്താണ് നോക്കിക്കോ. -5 -21 എന്ന് പറഞ്ഞാൽ -26 ആണ്. ശരിയല്ലേ? എക്സ് ഈസ് ഈക്വൽ ടു -26/2 ഓർ എക്സ് ഈസ് ഈക്വൽ ടു -5 പ്ലസ് 21 16/2 ദാറ്റ് ഈസ് -13 ഓർ എക്സ് ഈസ് ഈക്വൽ ടു എത്രയാ? എക്സ് എന്ന് പറയുന്നത് 8. ഓക്കെ, എക്സ് 8 ആണെങ്കിൽ നമുക്ക് കിട്ടും എക്സ് പ്ലസ് 5 എന്ന് പറയുന്നത് മൈനസ്, ഇതിനോട് 5 കൂട്ടിയാൽ -8 ഓർ എക്സ് ഈസ് ഈക്വൽ ടു 8നോട് 5 കൂട്ടിയാൽ 13. ഓക്കെ, ഓർ എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു അല്ല, ഓർ എക്സ് പ്ലസ് 5 ഈസ് ഈക്വൽ ടു മറ്റേ സംഖ്യ എന്ന് പറയുന്നത് 13. രണ്ട് ഓപ്ഷനിലേക്ക് നമ്മുടെ ആൻസർ വന്ന് എത്തും. ഓക്കെ, സോ ഈ ചോദ്യങ്ങൾ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. സെറ്റാണല്ലോ, സംശയമൊന്നുമില്ലല്ലോ. സോ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും